വെൽക്കം ബാക്ക് ടു മാജിക് കുക്ക് ബുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2-3 വീഡിയോ ചെയ്തത് ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. കാരണം എന്നോട് കുറേ പേര് ചോദിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. കുറേ പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട്, കുറേ പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ പാസ്ത എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ പാസ്ത ആക്ച്വലി യൂഷ്വലി ഉണ്ടാക്കുന്നത് മൈദയിലാണ്. നമ്മൾ ഇന്നൊരു ഫ്യൂഷൻ ടൈപ്പായിട്ട് ഒരു നാടൻ ടച്ച് ആയിട്ട് നമ്മൾ അരിപ്പൊടിയിൽ പാസ്ത എന്ന് പറയാൻ പറ്റില്ല, അരിപ്പൊടിയിൽ നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കില്ലേ, പണ്ട് പിടിയൊക്കെ ഉണ്ടാക്കായിരുന്നു. പിടിപ്പായസം, പിടി ഇറച്ചിയും പിടി ആ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് പാസ്തയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സോസ് പാസ്ത സോസ് ആണ്, എന്ന് വെച്ചാൽ കൺകസേൽ, എന്ന് വെച്ചാൽ ടൊമാറ്റോ ബേസ് സോസിൽ നമ്മൾ കുക്ക് ചെയ്യുന്നു. അപ്പൊ അതിന് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ കിട്ടുന്ന നോർമൽ സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് പാസ്ത, റൈസ് ഫ്ലോറിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പാസ്തയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് റിഫൈൻഡ് ഓയിലാണ്, പിന്നെ കുറച്ച് ചോപ്പ് ഗാർലിക്. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ, ഞാൻ ടൊമാറ്റോ ഗാർലിക് ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാൻഡേഡ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒനിയൻ, ചോപ്പ് ഒനിയൻ, കുറച്ച് ഹോൾ ടൊമാറ്റോ ആണ്. സോസിന് വേണ്ടിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അരിപ്പൊടി, റൈസ് ഫ്ലോർ, കുറച്ച് പെപ്പർ, ക്രഷ് പെപ്പർ. ഇത് ഒറിഗാനോ ആണ്. ഒറിഗാനോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഉണ്ട് ഒറിഗാനോ. നമ്മുടെ ഷോപ്പിൽ ഡ്രൈ ഒറിഗാനോ എന്നുകൊണ്ട് പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഈ നമ്മൾ പിസ്സയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടാറുണ്ട് ഒറിഗാനോ, ഡ്രൈ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും കിട്ടാറുണ്ട്. ആ ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ, കുറച്ച് ക്രഷ് ചില്ലി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, ബട്ടർ, കുറച്ച് ബട്ടർ എൻ്റെ അടുത്ത് ഉണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്താ പറയുക, കുറച്ച് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഗീ ആഡ് ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ബട്ടർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ബട്ടർ ഉണ്ടെങ്കിൽ മാക്സിമം ബട്ടർ യൂസ് ചെയ്യാം. ഇത് സോൾട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ഈ ഇടിയപ്പത്തിനും പിടിക്കും എടുക്കുന്ന സെയിം അതേ മെത്തേഡ് തന്നെ. അപ്പോൾ പണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ട് അരിപ്പൊടി വാട്ടാൻ ഏറ്റവും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റി, വാട്ടറും അരിപ്പൊടി ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ വാട്ടിയെടുക്കാൻ സുഖമാണെന്ന് പറയും. അപ്പോൾ അതേമാതിരി നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് നമുക്കത് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം തിളച്ചു, അതിനകത്തേക്ക് ഒരു പൊടിക്ക് സോൾട്ട് ഇടാം. ഈ ഒരു ശകലം ഒരു പൊടിക്ക് ഓയിലും ഇതിനകത്തേക്ക് ഒന്ന് ചേർക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കത് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടേ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് പല ഷേപ്പിലും ചെയ്യാം. അതിപ്പോൾ വേണമെങ്കിൽ നമ്മൾ പിടിക്ക് ചെയ്യുന്ന മാതിരി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബോളായിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഇതേമാതിരി പിടിച്ചിട്ട്, ബോൾ മാതിരി പിടിച്ചിട്ട് ഒന്ന് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് പിടിച്ചിട്ട് നീളത്തിലാക്കിയിട്ട് ഒരു ഫോർക്ക് എടുക്കാം. ഫോർക്ക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൂടെ കണ്ടോ ഇങ്ങനെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നമ്മൾ ഇതേമാതിരിയാണ് ചെയ്യുന്നത്. ഇതേമാതിരി കുറച്ച് കാണാൻ ഭംഗിയായിട്ട് ഇത് എടുക്കുക, നമ്മൾ കൈൻ്റെ ഇവിടെ വെക്കുക, ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ വെച്ചിട്ടും ചെയ്യാതാ ഇവിടെ തൊട്ട് ഇങ്ങനെ കാണാനൊരു സ്റ്റൈലിന്. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചേക്കാം. അങ്ങനെ നമ്മൾ എല്ലാം എന്താ പറയുക, ഇത് പിടിച്ചു കഴിഞ്ഞു. എല്ലാം ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്, എല്ലാം ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. You know what is this? Pasta. What kind of pasta? പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട്
ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്, നോക്കി എന്ന് പറയും, പൊട്ടറ്റോ നോക്കി. ഇറ്റ് ഈസ് ഓൾസോ പാസ്ത, പൊട്ടറ്റോ ബേസ്ഡ് പാസ്ത. പൊട്ടറ്റോ മാഷ് ചെയ്തിട്ട് അതിനകത്ത് മൈദ ചേർത്ത് എഗ്ഗ് ചേർത്ത് ചെയ്യുന്നതാണ് നോക്കി. പൊട്ടറ്റോ നോക്കി എന്ന് പറയും. സോ അത് ഇതേമാതിരി ഷേപ്പിൽ പിടിച്ചെടുക്കുക. നോക്കി നോക്കി, GNOCHI. ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ ഓൾറെഡി കുക്കാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കില്ല. അതിന് എന്താ പറയുക, കുറച്ച് ഓയിൽ ഒഴിക്കുക വെള്ളത്തിലേക്ക്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടി ഇടുവാണ്. ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യുക. ഇത് എന്താ വെച്ചാൽ ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആവും. ഒരു 3 minutes 4 minutesലാവും. ഇതിങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റാം. അപ്പോൾ ഡംപ്ലിങ്സ് ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ. മോമോസും ഡംപ്ലിങ്സ് ആണ്. ഈവൻ ദിസ് ഇസ് നോൺ ആസ് ഡംപ്ലിങ്സ്. ഡംപ്ലിങ്സ് എന്ന് വെച്ചാൽ ഇതേമാതിരി ഷേപ്പിൽ ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ഡംപ്ലിങ്സ്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമുക്കിതൊന്ന് ബോയിലായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പയ്യെ ഉണ്ടോ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഓയിലൊന്നും ആക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കാവില്ല. ഇത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു പൊടിക്ക് ഓയിൽ ആക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കാവാണ്ടിരുന്നോളൂ. ഓക്കെ. അടുത്തത് നമുക്ക് ടൊമാറ്റോ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. എന്തിനാണെന്നറിയോ, നമ്മുടെ സോസിന് വേണ്ടി. ടൊമാറ്റോ ബേസ് സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്യാൻ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ ഞാനൊരു 3 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. കുറച്ച് സോസ് മതി നമുക്ക്. ടൊമാറ്റോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അടിവശം നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ മേളിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇതേമാതിരി ടൊമാറ്റോ എല്ലാം ചെയ്യാം. ഹലോ എവരിവൺ, ഐ ആം ബാക്ക്. എൻ്റെ കാലിൽ എന്തോ ഗ്ലൂ സ്റ്റക്ക് ചെയ്തതാ, അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യാൻ പോയത്. ഇനി നമുക്കിത് ഓരോന്ന് ഇതൊരു 2 minutes ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്ലാഞ്ച് ആയിട്ട് നമുക്ക് ആ സ്കിൻ ഔട്ട് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിത് ബ്ലാഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ഇതിനകത്തേക്ക് മാറ്റാം, പാത്രത്തിലേക്ക് മാറ്റാം. തൊലി ഒന്ന് ഇതായി വന്നാൽ മതി. നല്ലത് ഇത് ഓഫ് ആക്കിയത്. എത്ര നേരമായാലോ ഇത് തെളിച്ച് എന്റെ തലയിൽ ധരിക്കണം. അപ്പോൾ ഇത് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂട് കളഞ്ഞു. അപ്പോൾ ഇത് മറ്റേ എന്താ പിസ്സയിലിടുന്ന എക്സ്ട്രാ വരുന്ന ചില്ലി ഫ്ലേക്സ്, ക്രഷ് ചില്ലി എന്നും പറയും. അത് ചില്ലി ഫ്ലേക്സ് അല്ലാതെ വേറെ എന്തോ അതുകൊണ്ടാണ് ഇത് 3 നമ്മള് ഇനി നമ്മൾ ഇതിന്റെ വെച്ചാൽ മിക്സിയിൽ ഒന്ന് പേസ്റ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് അത് സോസ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് മിക്സിയിലേക്ക് മാറ്റി പേസ്റ്റ് അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി സോസ് റെഡിയാക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പാസ്ത എല്ലാം, ഇത് നമ്മുടെ ഹോം മെയ്ഡ് പാസ്ത എന്ന് വെച്ചാൽ നോക്കി, അല്ലെങ്കിൽ എന്താ പറയുക, ഡംപ്ലിങ്സ്, റൈസ് ഡംപ്ലിങ്സ് എന്ന് വെച്ചാൽ പാസ്ത. ഇത് നമ്മൾ ഓയില് ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത് നോക്കിയാൽ മതി. നമ്മുടെ പാസ്ത മാതിരി തന്നെ, ഇനി പെന്നയും സ്പെഗറ്റി ഒക്കെ കഴിക്കില്ലേ, അത് മാതിരി തന്നെ. ഓക്കെ. ഇനി അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തു. അതെ, ആർക്കെങ്കിലും ചീസ് ഇഷ്ടമാണെങ്കിൽ put like in the comments below, okay? Because ഞാൻ കുറേ ആസ്ക് ചീസ് സോസ് കേട്ടില്ല. അതുകൊണ്ട് ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ്സ്
വീഡിയോയിൽ ലൈക്ക് ഇടുക. ഓക്കെ? അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ ഇത് അവന് ക്രീം സോസ് ആണ് ഇഷ്ടം പാസ്തയ്ക്ക്. അപ്പോൾ ചീസ് ബേസ്ഡ് ക്രീം സോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇനി ടൊമാറ്റോ ബേസ് സോസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് ചീസ് സോസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും മിക്കവാറും ടൊമാറ്റോ ബേസ് സോസ് ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ക്രീം ബേസ് സോസ് ഉണ്ടാക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ ഇന്ന് ഫുൾ ലോക്ക്ഡൗൺ വേണം, അപ്പോൾ നമുക്ക് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ ബേസ് സോസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ സ്പൈസി ആയിട്ടും ഇതൊക്കെ. അപ്പോൾ ഒനിയൻ ഇട്ടു. ഇനി ഒനിയൻ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തത് ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുന്നു. ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ഇത് ഓൾറെഡി ബ്ലാഞ്ച് ആയതാണ്. അപ്പോൾ ടൊമാറ്റോന്റെ പച്ചച്ചോവയും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറുകി വരണം. ഇതിനകത്തേക്ക് കുറച്ച് സോൾട്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു കാര്യം ആഡ് ചെയ്യുന്നത് കുറച്ച് ഷുഗർ കൂടി ഇടണം. കാരണം ഷുഗർ കൂടി ഇട്ടാലേ അതിൻ്റെ ഇത് ബാലൻസിങ് ആവുള്ളൂ, ടേസ്റ്റ് ബാലൻസിങ് ആവുള്ളൂ. ഇപ്പോൾ കുറച്ച് ഷുഗർ കൂടി. ഈ എന്താണ് ചില്ലി ഫ്ലേക്സിന് പകരം ചില്ലി പൗഡർ ഇട്ടാൽ മതിയില്ലേ? ചില്ലി പൗഡർ ഇടാം, പക്ഷെ നിങ്ങൾക്ക് കഴിക്കുന്നത് ബെസ്റ്റ് ഇതായിരിക്കും. അതുകൊണ്ട് ഒരു പൊടിക്ക് ഷുഗർ. ഇത് പറഞ്ഞത് ചില്ലി ഫ്ലേക്സ് ഭയങ്കരമായിട്ട് ചില്ലി ഫ്ലേക്സാ പാസ്തയിൽ ഇതിലൊക്കെ ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ കോണ്ടി ഡിഷസിലൊക്കെ ചില്ലി ഇതാണ് എന്താ പറയുക, ഇതാ ഇടുക, ചില്ലി ഫ്ലേക്സ് ആണ് കൂടുതൽ ഇടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇടാം. ഇത് കുക്ക് ആക്കിയിട്ട് എല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് ഇതിന്റെ മുകളിലാണ് ഇടുന്നത്. അതിന്റെ മേളിലും ഇടും. അത് കൂടാണ്ട് നമ്മൾ ഈ സോസിലേക്ക് ഇടും ഫ്ലേവറിന് ഒറിഗാനോന്റെ. പിന്നെ ഇതിനകത്ത് ഞാൻ ചീസ് ഇടണം, ശരിക്കും ചീസ് ഇടണം. ചീസ് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ചീസ് ഇടുന്നില്ല. ചീസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചീസ് ഞാൻ വേണമെങ്കിൽ റെസിപ്പിയിൽ ചീസ് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഈ ക്വാണ്ടിറ്റിയിൽ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഞാൻ ചീസ് ഇട്ടേക്കാം. ഞാൻ ചീസ് ഇതിനകത്ത് ഇടുന്നില്ല. ഒരു ശകലം ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇടുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അത് ഇപ്പൊ അമൂൽ ചീസോ അല്ലെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, ചെഡാറോ ഏതാണെങ്കിലും കുഴപ്പമില്ല. കാരണം കൂടുതലും കിട്ടുന്ന അമൂലാണ്. അപ്പോൾ ചെഡാറ്, അമൂല് ശരിക്കും നമ്മൾ പാസ്തയിൽ യൂസ് ചെയ്യുന്നത് പാർമസൻ ചീസാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെഡാറോ അല്ലെങ്കിൽ അമൂൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഈ സോസ് ഒന്ന് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അതെ, കൊറോണ എങ്ങോട്ട് വീട്ടിൽ നിന്നാ മതി. എല്ലാവരും ഇറങ്ങിയാൽ ചിലപ്പോ കൊറോണ പിടിക്കും. അപ്പൊ എനിക്ക് പുറത്തിറങ്ങി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കണേ. കൊറോണ മാറിയിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. പുറത്തിറങ്ങാനല്ല ഏറ്റവും ബെസ്റ്റ്. എനിക്ക് കുറച്ച് ഒറിഗാനോ ഇട്ടു. ഞാൻ പറഞ്ഞില്ല, ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, യൂസ് ചെയ്താൽ മതി. ഒറിഗാനോ വാങ്ങാൻ കിട്ടും. ഒറിഗാനോ ഇടുവാണെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് കിട്ടിയാൽ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടു. ഇത് നമ്മൾ എന്താ പറയാ, ശരിക്കും പാസ്ത മൈദയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല, ഹെൽത്തിയാണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെല്ലാവരും ഇടിയപ്പവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പാടുമില്ല, കാണാനും കുറച്ച് ഭംഗിയാണ്. ടീച്ചർ ഇപ്പൊ കാണുകയാണെങ്കിൽ ഇപ്പൊ കേട്ടാ, ഇത് പാസ്ത ചില പാസ്ത ഒക്കെ ഹെൽത്തി ആണ് കേട്ടാ. അത് മൈൻഡിൽ വെച്ചു. ഞാൻ ഇതിലേക്ക് ബട്ടർ ഇട്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്യുക. കാരണം ഫറാനൊക്കെ കുറച്ച് സോസോട് കൂടിയാണ് കഴിക്കാൻ എപ്പോഴും ഇഷ്ടം. എന്ന് വെച്ചാൽ ഏകദേശം ഇത്രയും സോസ് വേണം. ഇത് ഒന്നും കൂടി ഇതാക്കുവാണെങ്കിൽ ഡ്രൈ ആയിട്ട് നല്ല കോട്ടിംഗ് ആയിട്ട് വരും. ചിലർക്ക് അങ്ങനെ ഇഷ്ടം. ഫറാനും ഫൈസിക്കും ഇങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത്രയായിട്ട് ഞാൻ നിർത്തുവാണ്. ദിസ് ഈസ് ബട്ടർ. ബട്ടർ ഇട്ട് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചീസും കൂടി ഉണ്ടെങ്കിൽ ചീസും കൂടി ഇട്ടാൽ പെർഫെക്റ്റ് ആയി. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നില്ല വരാൻ ബട്ടർ കൂടി ഇട്ടപ്പോൾ.
അപ്പൊ നമ്മുടെ പെന്നി പാസ്താന്റെ അതേ പെന്നി പാസ്ത അതെ. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് പാസ്ത വിത്ത് റൈസ് ഫ്ലോർ. റൈസ് ഫ്ലോർ ആക്ച്വലി മൈദയിൽ ഉണ്ടാക്കുന്നത്, റൈസ് ഫ്ലോറിൽ ഉണ്ടാക്കി. അപ്പൊ പാസ്ത റെഡി. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഫ്യൂഷൻ ഐറ്റം ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം പാസ്ത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തന്നെ ക്രീം സോസ് ബേസ്ഡ് വേണമെങ്കിൽ ക്രീം സോസ് ബേസ്ഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വേണമെങ്കിൽ ചിക്കൻ സോട്ട് ചെയ്ത് ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം, ഫിഷ് ആഡ് ചെയ്യാം. ഇത് ഉള്ളിലല്ല ഞാൻ പറയുന്നത്, സോസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിക്കൻ ഒക്കെ കട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്തിട്ട് പിന്നെ സോസ് ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ അതിനകത്ത് ചിക്കന്റെ പീസസും കിടക്കും, അങ്ങനെയും കുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഇപ്പൊ ഫറാന എങ്ങനെ തരുമപ്പ ഇത് ഒരു ഫ്രൈഡ് എഗ് ഉണ്ടാക്കി ജൂലിയും ചെയ്ത് പ്ലേറ്റിൽ ഇട്ടിട്ട് അതിന്റെ മേലിൽ ജൂലിയും ചെയ്ത് ഫ്രൈഡ് എഗ് ഇടും അല്ലേ? അങ്ങനെയല്ലേ ഇഷ്ടം? അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അത് ഇതിനെ കൂടെ എഗ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഫ്രൈഡ് എഗ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് ജൂലിയും ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് മേലിലിട്ടിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മേലിലിട്ട് കൊടുക്കും. അപ്പോൾ അതും നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിത് ഓഫ് ചെയ്യാണ്. മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.